സർവകലാശാല വിസി നിയമനത്തിൽ ഗവർണർക്ക് വിട്ടുവീഴ്ച ചെയ്യാനുള്ള തീരുമാനമെടുത്തത് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക്. കഴിഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് മറ്റുള്ള നേതാക്കൾ വിഷയം അറിഞ്ഞത്. സമവായ നീക്കം രാഷ്ട്രീയമായി തിരിച്ചടിക്കുമെന്ന് നേതാക്കൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും മുഖ്യമന്ത്രി പിൻവാങ്ങാൻ തയ്യാറായില്ല. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാല വിസിമാരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേയാഴ്ചകളായി വലിയ തർക്കങ്ങളാണ് ഗവർണറും സർക്കാരും തമ്മിൽ നടന്നത്. സർക്കാരും ഗവർണറും കൂടിയാലോചിച്ച് സമവായമുണ്ടാക്കണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടെങ്കിലും ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു. ഒടുവിൽ സുപ്രീംകോടതി തന്നെ നിയമനം നടത്താൻ തീരുമാനിച്ച ഘട്ടത്തിലാണ് മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ട് സമവായമുണ്ടാക്കിയത്. സാങ്കേതിക സർവകലാശാല വിസിയായി സിസ തോമസിനെയും ഡിജിറ്റൽ സർവകലാശാല വിസിയായി സജി ഗോപിനാഥിനെയും നിയമിക്കാനാണ് തീരുമാനിച്ചത്. എന്നാൽ പാർട്ടി നേതൃത്വത്തിൽ ചർച്ച ചെയ്യാതെയാണ് മുഖ്യമന്ത്രി സമവായ നീക്കം നടത്തിയതെന്നാണ് പുറത്തുവരുന്ന വിവരം. സമവായ നീക്കം നേതാക്കൾ അറിഞ്ഞത് സെക്രട്ടേറിയറ്റിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ എതിർസ്വരമുണ്ടായെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങാൻ തയ്യാറായില്ല. സമവായം ഗുണം ചെയ്യില്ല എന്നും PM ശ്രീക്ക് സമാനമായ ആക്ഷേപം ഉയരാമെന്നുമുള്ള മുന്നറിയിപ്പ് നേതാക്കൾ യോഗത്തിൽ നൽകി. രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാക്കുമെന്ന് നേതാക്കൾ പറഞ്ഞെങ്കിലും മുഖ്യമന്ത്രി വഴങ്ങിയില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ യോഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നേതാക്കൾ പുറത്തു പറയാൻ സാധ്യതയില്ല. മീഡിയ 1 തിരുവനന്തപുരം.